ഇന്ന് ഡേ 2 ഓഫ് 100 days ട്രേഡിംഗ് ചലഞ്ച്. ഇന്നും ഞാൻ ലോസിൽ തന്നെയാണ് എൻ്റെ ചെയ്തിട്ടുള്ളത്. ഒരു ട്രേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രേഡ് SL ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ട്രേഡ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ 25,650 ഒരു കോൾ ഓപ്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് രാവിലെ ഒരു 11:25 എടുത്തിട്ട് 12:41 ആ ഒരു ടൈമത്തേനും SL ഹിറ്റ് ചെയ്തു. ഏറെക്കുറെ ഒരു 1:2 വരെ 2ന് മുകളിൽ പ്രോഫിറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ DK അടിച്ച് SL അടിച്ചതാണ്. നമുക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്തതാണ് ഞാൻ എടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. ഞാനൊരു സ്ഥിരം യൂസ് ചെയ്യുന്നൊരു എൻട്രി ക്രൈറ്റീരിയ അല്ല, ഞാനൊരു ബ്ലൈൻഡ് ട്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് എടുത്തത്. അതൊരു മിസ്റ്റേക്കാണ്, ശരിക്കും അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ എടുത്തിട്ട് SL ഹിറ്റായതാണ്. കാരണം ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെൻ്റ് അല്ല ഉള്ളത്. മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ മൊത്തത്തിലൊരു ഡൗൺ ട്രെൻഡ്. അതേപോലെ ഞാൻ ഇന്നെടുത്തത് ട്രെൻഡിന് അഗെയിൻസ്റ്റുള്ളൊരു ട്രേഡും കൂടെയാണ്. ഇന്നൊരു ഡൗൺ ട്രെൻഡാണ്, ഞാൻ അപ്സൈഡിലേക്കാണ് നോക്കിയത്. അപ്പോൾ 2 മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന്, എൻട്രി ക്രൈറ്റീരിയ കൃത്യമായിട്ട് വരാത്ത തന്നെ ട്രേഡ് എടുത്തു. അതേപോലെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് എടുത്തു. എന്നാലും അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 1:2 എബോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ബുക്ക് ചെയ്തില്ല. കാരണം എൻ്റെ ടാർഗറ്റ് 1:5 ആയതുകൊണ്ട് ഞാൻ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് DK കൂടുതലായതുകൊണ്ട്, അതേപോലെ 1 മണിക്കൂർ മുകളിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് SL ഹിറ്റ് ചെയ്തു. സോ ഇതിൽ നിന്ന് ഞാൻ ഇന്ന് പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ അത്രയും കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ, അത്രയും ഉറപ്പുള്ളൊരു ട്രേഡ്. കാരണം DK ഒരു പ്രശ്നമാണ്. അതേപോലെ അധിക നേരം ഹോൾഡ് ചെയ്യാനും പാടില്ല. കാരണം അധിക നേരം ഹോൾഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി DK അടിച്ച് SL ഹിറ്റ് ചെയ്യും. സോ ഇതാണ് ഇന്നത്തെ ട്രേഡ്. ദാറ്റ്സ് ഇറ്റ്.